എസ്ര എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന 1-ാം അധ്യായം. പ്രവാസികളുടെ തിരിച്ചുവരവ്. ജെറമിയായിലൂടെ കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ നിറവേറേണ്ടതിന് പേർഷ്യ രാജാവായ സൈറസിനെ അവൻ്റെ 1-ാം ഭരണവർഷം കർത്താവ് പ്രചോദിപ്പിക്കുകയും അവൻ ഒരു വിളംബരം എഴുതി രാജ്യം മുഴുവൻ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. പേർഷ്യ രാജാവായ സൈറസ് അറിയിക്കുന്നു: സ്വർഗത്തിൻ്റെ ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്ക് നൽകുകയും യൂദായിലെ ജെറുസലേമിൽ അവിടുത്തേക്ക് ആലയം പണിയാൻ എന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അവിടുത്തെ ജനമായി നിങ്ങളുടെ ഇടയിൽ ഉള്ളവർ അവിടുന്ന് അവരോട് കൂടി ഉണ്ടായിരിക്കട്ടെ. യൂദായിലെ ജെറുസലേമിൽ ചെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ആലയം വീണ്ടും നിർമ്മിക്കട്ടെ. ജെറുസലേമിൽ വസിക്കുന്ന ദൈവമാണ് അവിടുന്ന്. അവശേഷിക്കുന്ന ജനം എവിടെ വസിക്കുന്നവരായാലും അവരെ തദ്ദേശവാസികൾ ജെറുസലേമിലെ ദേവാലയത്തിന് വേണ്ടി സ്വാഭീഷ്ട കാഴ്ചകൾക്ക് പുറമെ വെള്ളി, സ്വർണം, ഇതര വസ്തുക്കൾ, മൃഗങ്ങൾ എന്നിവ നൽകി സഹായിക്കട്ടെ. അപ്പോൾ യൂദായുടെയും ബെഞ്ചമിൻ്റെയും ഗോത്രത്തലവന്മാരും പുരോഹിതരും ലേവ്യരും ദൈവത്താൽ ഉത്തേജിതരായി ജെറുസലേമിലെ കർത്താവിൻ്റെ ആലയത്തിൻ്റെ പുനർനിർമ്മാണത്തിന് പുറപ്പെട്ടു. അവർ വസിച്ചിരുന്ന ദേശത്തെ ആളുകൾ സ്വാഭീഷ്ട കാഴ്ചകൾക്ക് പുറമെ വെള്ളിപ്പാത്രങ്ങൾ, സ്വർണം, ഇതര വസ്തുക്കൾ, മൃഗങ്ങൾ, വിലയേറിയ സാധനങ്ങൾ ഇവ നൽകി അവരെ സഹായിച്ചു. നെബൂഖദ്നേസർ ജെറുസലേമിൽ കർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന് തൻ്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വച്ചിരുന്ന പാത്രങ്ങൾ സൈറസ് രാജാവ് എടുത്തുകൊണ്ടുവന്നു. അവൻ അവ ഭണ്ഡാര വിചാരിപ്പുകാരനായ മിത്രേദാത്തിനെ ഏൽപ്പിച്ചു. അവൻ യൂദായിലെ ഭരണാധിപനായ ശെഷ്ബസാറിന് അവ എണ്ണിക്കൊടുത്തു. അവയുടെ എണ്ണം 1000 സ്വർണ്ണ ചരുവങ്ങൾ, 1000 വെള്ളി ചരുവങ്ങൾ, 29 ധൂപകലശങ്ങൾ, 30 സ്വർണ്ണ കോപ്പകൾ, 2410 വെള്ളിക്കോപ്പകൾ, 1000 മറ്റു പാത്രങ്ങൾ, സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ, ആകെ 5469. പ്രവാസികളെ ബാബിലോണിൽ നിന്ന് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ശെഷ്ബസാർ ഇവയും കൊണ്ടുപോന്നു. 2-ാം അധ്യായം. തിരിച്ചെത്തിയ പ്രവാസികൾ. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയ ജനം പ്രവാസത്തിൽ നിന്ന് തങ്ങളുടെ പട്ടണമായ ജെറുസലേമിലും യൂദായിലും തിരിച്ചെത്തി. സെറുബാബേൽ, യശുവ, നെഹമിയ, സെറായിയ, റേലായ, മൊർദെഖായ്, ബിൽഷാൻ, മിസ്പാർ, ബിഗ്വായ്, റഹും, ബാന എന്നിവരാണ് അവരെ നയിച്ചത്. ഇസ്രായേൽ ജനത്തിൻ്റെ കണക്ക്. പാറോഷിൻ്റെ പുത്രന്മാർ 2172, ഷെഫാത്തിയായുടെ പുത്രന്മാർ 372, ആരായുടെ പുത്രന്മാർ 775, പഹത് മോവാബിൻ്റെ അതായത് യശുവയുടെയും യോവാബിൻ്റെയും പുത്രന്മാർ 2812, ഏലാമിൻ്റെ പുത്രന്മാർ 1254, സാത്തുവിൻ്റെ പുത്രന്മാർ 945, സക്കായിയുടെ പുത്രന്മാർ 760, ബാനിയുടെ പുത്രന്മാർ 642, ബേബായിയുടെ പുത്രന്മാർ 623, അസ്ഗാദിൻ്റെ പുത്രന്മാർ 1222, അദോനിക്കാമിൻ്റെ പുത്രന്മാർ 666, ബിഗ്വായിയുടെ പുത്രന്മാർ 2056, അദീനിൻ്റെ പുത്രന്മാർ 454, അതേറിൻ്റെ അതായത് ഹെസക്കിയായുടെ പുത്രന്മാർ 98, ബേസായിയുടെ പുത്രന്മാർ 323, യോറായുടെ പുത്രന്മാർ 112, ഹാഷൂമിൻ്റെ പുത്രന്മാർ 223, ഗിബ്ബാറിൻ്റെ പുത്രന്മാർ 95, ബേത്ലഹേമിലെ ആളുകൾ 123, നെത്തോഫായിലെ ആളുകൾ 56, അനാത്തോത്തിലെ ആളുകൾ 128, അസ്മാവത്തിലെ ആളുകൾ 42, കിരിയാത്താറിം, കെഫീറ, ബേറോത്ത് എന്നിവിടങ്ങളിലെ ആളുകൾ 743, റാമായിലെയും ഗേബായിലെയും ആളുകൾ 621, മിക്മാസിലെ ആളുകൾ 122, ബത്തേലിലെയും ആയിയിലെയും ആളുകൾ 223, നെബോയിലെ ആളുകൾ 52,
മഗ്ബീഷിലെ ആളുകൾ 156. മറ്റേ ഏലാമിലെ ആളുകൾ 1254. ഹാരിമിലെ ആളുകൾ 320. ലോദ്, ഹാദിദ്, ഓനോ എന്നിവിടങ്ങളിലെ ആളുകൾ 725. ജെറീക്കോയിലെ ആളുകൾ 345. സേനായിലെ ആളുകൾ 3630. പുരോഹിതന്മാർ. യശുവയുടെ കുടുംബത്തിലെ യദായായുടെ പുത്രന്മാർ 973. ഇമ്മറിൻ്റെ പുത്രന്മാർ 1052. പശ്ഹൂറിൻ്റെ പുത്രന്മാർ 1247. ഹാരിമിൻ്റെ പുത്രന്മാർ 1017. ലേവ്യർ. ഹോദാവിയായുടെ പുത്രന്മാരായ യശുവയുടെയും കദ്മിയേലിൻ്റെയും പുത്രന്മാർ 74. ഗായകർ. ആസാഫിൻ്റെ പുത്രന്മാർ 128. വാതിൽക്കാവൽക്കാരുടെ മക്കൾ ഷല്ലൂം, അതേർ, തൽമോൻ, അക്കൂബ്, ഹതിത, ഷോബായ് എന്നിവരുടെ പുത്രന്മാർ 139. ദേവാലയത്തിലെ സേവകന്മാർ സിഹ, ഹസുഫ, താബാവോത്ത്, കെറോസ്, സിയാഹ, പാദോൻ, ലബാന, ഹഗാബ, അക്കൂബ്, ഹഗാബ്, ഷംലായ്, ഹാനാൻ, ഗിദ്ദേൽ, ഗാഹർ, റയായ, റസീൻ, നെക്കോദ, ഗാസാം, ഉസ, പസേയ, ബസായ്, അസ്ന, മെയൂനിം, നെഫിസിം, ബക്ബുക്ക്, ഹക്കൂഫ, ഹർഹൂർ, ബസ്ലൂത്ത്, നിഹീദ, ഹർഷ, ബർക്കോസ്, സിസേറ, തേമ, നെസിയ, ഹദീഫ എന്നിവരുടെ പുത്രന്മാർ. സോളമൻ്റെ ഭൃത്യന്മാരുടെ മക്കൾ സോതായ്, ഹസോഫെറേത്ത്, പെറൂദ, യാല, ദാർക്കോൻ, ഗിദ്ദേൽ, ഷെഫാത്തിയ, ഹത്തീൽ, പോക്കേരത്ത് ഹസേബായിൻ, ആമി എന്നിവരുടെ പുത്രന്മാർ. ദേവാലയ ശുശ്രൂഷകരും സോളമൻ്റെ ഭൃത്യന്മാരും കൂടെ ആകെ 392 പേർ. തങ്ങളുടെ പിതൃകുടുംബം ഏതെന്നോ തങ്ങൾ ഇസ്രായേലിൽ പെട്ടവരാണെന്നോ തെളിയിക്കാൻ കഴിയാതിരുന്ന തെൽമേല, തെൽഹർഷ, കെറൂബ്, അദ്ദാൻ, ഇമ്മർ എന്നിവിടങ്ങളിൽ നിന്ന് വന്നവർ ദലായ, തൂബിയ, നെക്കോദ എന്നിവരുടെ പുത്രന്മാർ 652. കൂടാതെ പുരോഹിത പുത്രന്മാർ ഹബായ, ഹക്കോസ്, ബർസില്ലായ് എന്നിവരുടെ പുത്രന്മാർ. ഗിലയാദുകാരനായ ബർസില്ലായുടെ പുത്രിയെ ഭാര്യയായി സ്വീകരിച്ചതിനാൽ അവളുടെ പേരിൽ അറിയപ്പെടുന്നവരാണ് ബർസില്ലായ് കുടുംബക്കാർ. വംശാവലി രേഖയിൽ അംഗത്വം കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞതിനാൽ ഇവർ അശുദ്ധരായി പൗരോഹിത്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. ഉറീമും തുമ്മീമും മുഖേന ആരായാൻ ഒരു പുരോഹിതൻ ഉണ്ടാകുന്നതുവരെ അതിവിശുദ്ധ ഭോജ്യത്തിൽ പങ്കുചേരുന്നതിൽ നിന്ന് ദേശാധിപതി അവരെ വിലക്കി. സമൂഹത്തിൽ ആകെ 47,360 പേർ ഉണ്ടായിരുന്നു. 7,337 ദാസീദാസന്മാർക്ക് പുറമെയാണിത്. അവർക്ക് 200 ഗായകന്മാർ ഉണ്ടായിരുന്നു. അവർക്ക് 736 കുതിര, 245 കോവർ കഴുത, 435 ഒട്ടകം, 6,720 കഴുത എന്നിവ ഉണ്ടായിരുന്നു. ജെറുസലേമിൽ കർത്താവിൻ്റെ ആലയത്തിൽ വന്ന ചില കുടുംബത്തലവന്മാർ ദേവാലയം യഥാസ്ഥാനം പണിയാൻ സ്വാഭീഷ്ട കാഴ്ചകൾ നൽകി. ആലയ നിർമ്മാണ നിധിയിലേക്ക് തങ്ങളുടെ കഴിവിനൊത്ത് അവർ നൽകിയ സംഭാവന 61,000 ദാരിക്ക് സ്വർണവും 1000 മീന വെള്ളിയും 100 പുരോഹിത വസ്ത്രങ്ങളും ആണ്. പുരോഹിതന്മാരും ലേവ്യരും ചില ആളുകളും ജെറുസലേമിലും പരിസരങ്ങളിലും താമസിച്ചു. ഗായകരും വാതിൽ കാവൽക്കാരും ദേവാലയ സേവകരും മറ്റ് ഇസ്രായേല്യരും തങ്ങളുടെ പട്ടണങ്ങളിൽ വസിച്ചു.